മോർണിംഗ് വാക്കിന് ഇറങ്ങിയപ്പോൾ വൈറ്റ് ഹോസ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ വൈറ്റ് ഹോസ് ക്ലോസ് വേറെ ഏതോ ലോകത്തുള്ള പോലെയാണ്. കാരണം കൺസ്ട്രക്ഷനൊക്കെ ഉണ്ട്. ഈ കെട്ടുകഥകളിലെ വീടുകൾ പോലെ അവിടെ ഈ പുലർച്ചെ ലൈറ്റുണ്ട്, ആൾക്കാർ താമസമുണ്ട്, കാണാൻ ഒരു പ്രത്യേകത. എല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയിട്ടുള്ള വീട്. 1623 നല്ലൊരു കാഴ്ചയാണ്. ഇറ്റ്സ് എ വെരി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. നേരം വെളുത്ത് വരുന്നുള്ളൂ. കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ് ഇങ്ങനെ ടൈംലെസ് ആയിട്ടായിരിക്കും സംഭവം. നിറച്ച് കിളികളുടെ സൗണ്ടാണ്. പഴയ വേറെ നൂറ്റാണ്ടിൽ നിന്നുള്ള വഴികളൊക്കെ പോലെ, അതുപോലത്തെ വീടുകൾ, അതുപോലത്തെ തന്നെ ഒരു ആർച്ചും വെളിച്ചം വീണ് വേറെ ഒരു ലോകത്തിലേക്കുള്ള വാതായനം പോലെ. റീജന്റ് റോഡ് പാർക്കിലേക്ക് കയറിയപ്പോൾ എന്താ പൂക്കള്. സ്പ്രിങ് ആകുമ്പോൾ ഇതൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പോയിട്ട് തിരക്കൊന്നുമില്ല, സൂര്യോദയമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ പതിവ് തെറ്റിക്കാതെ എല്ലാവരും പോകുന്ന ആടത്തെ പീക്കിൽ പോവാതെ ഇങ്ങനെ നടന്ന് നമുക്ക് പറ്റിയ സ്ഥലം നമ്മൾ കണ്ടെത്തി. സ്ഥലം ഗംഭീരമാണ് കേട്ടോ. സൂര്യോദയം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. നേരത്തെ പറഞ്ഞ പഴയ കെട്ടിടങ്ങൾ, ഒരേപോലെ ബിൽഡ് ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ്, റീജൻസ് പാർക്കാണ്. അവിടെ പൂക്കളുണ്ട്, വീണയുടെ സാധനമുണ്ട്. നമ്മളിവിടെയാണ് നിൽക്കുന്നത്. റീജന്റ് റോഡ് ഗാർഡൻസ്, പാലസ് ഓഫ് ഹോളിവുഡ് ഹൗസ് ലെഫ്റ്റിലേക്ക്, പ്രിൻസസ് സ്ട്രീറ്റ് റൈറ്റിലേക്ക്, സ്കോട്ടിഷ് പാർലമെൻറ്റ് ബിൽഡ്, ലേറ്റ്സ് വാക്ക് പിന്നിലേക്ക്. അടിപൊളി പൂക്കളിതാ, നല്ല ലുക്കുണ്ട്. വിൻ്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ് ആകുമ്പോൾ ഇലകൾ പൊടിച്ചു വരുന്നതാണ്. അടിപൊളി. ന്യൂ കാൾട്ടൺ ബറിയൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ കാഴ്ചയിൽ സൂര്യോദയമാണ് കാണുന്നത്, സൂര്യ ഉദിച്ചു വരാം. അപ്പോൾ നല്ലൊരു ഫീലാണ്. മരണം കൂടുകൂട്ടിയിരിക്കുന്ന കല്ലറകൾക്കിടയിൽ നിന്ന് സൂര്യോദയം കാണും. അടിപൊളി. എന്തായിരുന്നു പുള്ളി വരട്ടെ, സൂര്യൻ വരട്ടെ, കരിയൊക്കെ പിടിച്ച് വെക്കുന്ന പോലത്തെ കെട്ടിടങ്ങൾ. ഇപ്പുറത്തുള്ള പുതിയ കെട്ടിടം ഇങ്ങനെ റൂഫിൽ നിന്ന് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ജനലുകൾ, രസമുള്ള കാഴ്ച. അതിൽ ഇപ്പോൾ ഒന്ന് ചിരിച്ചിട്ടാ. രാവിലെ ഞാൻ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ അവള് നടന്നു ബാക്കിലൊരു ഗംഭീര സൈറ്റ് ഉണ്ട്. ഈ കാഴ്ചകൾ അതെത്തിക്കാം. ആണോ ഇവിടെ എത്തുന്നതാ? ഇതാണ് എന്റെ സ്ഥലം. കല്ലറകളുടെ രാജകുമാരി, കല്ലറ കാഴ്ചകളുമായിട്ട് വീണ. അല്ലേ? അടിപൊളി, നന്നായിട്ട്. കല്ലറ കാഴ്ചകളുമായിട്ട് വീണ. അല്ലേ? അടിപൊളി, നന്നായിട്ട്. പോവാം കല്ലറകളിലോട്ട് നടന്നു. എന്നെ ഇപ്പോഴേ തന്നെ നീ നടത്തിക്കണ്ട. സൂര്യ ഓൾമോസ്റ്റ് ഉദിച്ചു കഴിഞ്ഞു. ഇന്ന് വലിയ വെളിച്ചില്ലാത്ത ദിവസമാണ്. നമ്മൾ മോളിൽ നിന്ന് കാണുന്നത് ഇതെന്താണെന്നറിയോ? കാനൺ ഗേറ്റ് കിർക്ക്യാർഡ് എന്ന് പറഞ്ഞാൽ കാണുന്ന മുഴുവൻ ശവക്കല്ലറകളാണ്. വലിയ സ്കോട്ടിഷ് ആൾക്കാരുടെ ശവക്കല്ലറകൾ. ഇനി അത് അവിടെ പോകുമ്പോൾ പെർസ്പെക്റ്റീവ് കിട്ടി. ഇങ്ങനെയൊക്കെയാണ് അവിടെ സ്ഥലങ്ങൾ. പിന്നിൽ ആർത്തേഴ്സ് പീക്ക്, അങ്ങനെ. പ്രിൻസസ് സ്ട്രീറ്റിൽ സൂര്യനെ കൊതിച്ചു. ഇതിനകത്ത് തന്നെയുള്ള പച്ചപ്പുള്ളൊരു സ്ഥലം പ്രിൻസസ് സ്ട്രീറ്റും പ്രിൻസസ് ഗാർഡൻ. നമ്മുടെ ലോർഡ് ഓഫ് ദ റിങ്സിലൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സാധനം. അത്ര പൊക്കൊന്നുമില്ലെങ്കിലും ഇതൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും അവന്മാർ ഇതൊക്കെ ചെയ്തത്. നല്ലൊരു ഫീലാണ്. ഇവിടെ വേവർലി ബ്രിഡ്ജ് അപ്പുറത്തോട്ട് കിടക്കാൻ, അതിൻ്റെ അടിയിൽ കൂടെ ട്രെയിൻ പോകുന്നതായിട്ടാണ് അത്. ഇവിടെ ട്രെയിൻ സ്റ്റേഷൻ, ഷോപ്പിംഗ് മോളും ട്രെയിൻ സ്റ്റേഷനൊക്കെ ഒന്നിച്ച്. ഫെസ്റ്റിവൽ വില്ലേജ്. നല്ലോണം വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. വെയ്ഗൻ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ധാരാളം. ഭക്ഷണങ്ങൾ, എല്ലാ മെനുകളും. ഇതെല്ലാം വീണ രക്ഷപ്പെട്ടു. അടിപൊളി. വീണേനെ ഇവിടെ കൊണ്ടൊന്ന് അഴിച്ചു വിട്ടാൽ
നല്ല രസമുണ്ടാവും. നിറച്ച് പൂക്കളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീലാണ്. പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻ കുറച്ച് നടക്കാനുള്ളൂ, ഒന്ന് നടന്നു പോകാൻ പറ്റിയ സ്ഥലം. ആ മുകളിൽ കാണുന്നതാണ് കാസലല്ലേ, നല്ല രസമുണ്ട്. ഇത് മുഴുവൻ അത്ര പഴയ കെട്ടിടങ്ങളോ ചിലതൊക്കെ റിനോവേറ്റ് ചെയ്ത്. ഇന്നലെ ഇവിടെ ഷോന് പോയിണ്ടായിരുന്നു. അപ്പോൾ ഈ കെട്ടിടങ്ങൾ പഴുതതിന് അടിയിൽ വേറെ കെട്ടിടങ്ങളുണ്ട്. സോ ചില കെട്ടിടങ്ങളുടെയൊക്കെ അണ്ടർഗ്രൗണ്ടിലാകുമ്പോൾ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ മുകളിൽ ഇത് പണിതാണ്. അപ്പോൾ അവരൊക്കെ റൂഫ് കവർ ചെയ്ത് പോയി, അവർക്ക് ഇനി സൺലൈറ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ നടക്കുമ്പോൾ അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷൻ വന്നു. പക്ഷേ അണ്ടർഗ്രൗണ്ട് അല്ല, ശരിക്കും അത് ആയിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ കൺസ്ട്രക്ഷൻ വന്നു. എന്താ പറയുക, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കെട്ടിടങ്ങളല്ലേ. അതും ശരിക്കും എവല്യൂഷൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. ആൾക്കാർ അവരുടെ ഒരു മുറിയിൽ 10-12 ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അതിന് നടുക്കൊരു ബക്കറ്റ് വെച്ചിട്ട് അത് ഇവിടെയാണ് മലമൂത്ര വിസർജനം നടത്തുക. അപ്പം മുറിയിൽ പാവപ്പെട്ടവരെ താമസിക്കുന്നത് അവിടെ ഏറ്റവും വില കുറഞ്ഞ ഓയിൽ കത്തിക്കുക, അതായത് ഫിഷ് ഓയിൽ, മീനെണ്ണ കത്തിച്ച അത് ഗന്ധവും കൂടാതെ ഈ മലമൂത്ര വിസർജനം 10-12 ആൾക്കാരുടെ ഗന്ധവും അത് എടുത്തിട്ട് എന്നിട്ട് നേരെ വീടിന് പുറത്തേക്കുള്ള വഴിക്ക് അങ്ങ് ഒഴിക്കും. രാത്രി 10 മണിക്ക് ശേഷമാണ് എല്ലാവരും ഒഴിക്കും. അത് മുഴുവൻ ഒഴുകി ചെന്ന് ലേക്കിലാണ് ചെന്ന് വീഴും. പക്ഷേ അപ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലംബിംഗ് സിസ്റ്റം, ടോയ്ലറ്റ്സ് വീടിനകത്തുനിന്ന് ഫ്ലഷ് ചെയ്ത് സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്നതിൻ്റെയൊക്കെ ആ ഇന്നോവേഷൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. സിറ്റീസായിട്ട് ആൾക്കാർ സ്വാം ചെയ്ത് ഒന്നിച്ച് താമസിച്ചു തുടങ്ങിയപ്പോൾ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ വേറെ ഒന്നും വേണ്ടിയിരുന്നില്ല. ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു. ഈ രോഗങ്ങൾ കൊണ്ടൊക്കെയാണ് ഇംഗ്ലീഷുകാർ പലരും കീഴടക്കിയതും. കാരണം ഇവർ ഈ രോഗങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുക. അവിടെ ചെന്ന് പാവം സൗത്ത് അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇവർ സമ്മാനമായി കൊടുത്തിരുന്ന രോഗങ്ങളാണ്. അവരുടെ ആയുധത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇതുപോലുള്ള സിറ്റീസിലെ ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് താമസിക്കുന്നതും രോഗങ്ങൾ വരുന്നതും അതിൽ അവർ ഇമ്മ്യൂണൈസ്ഡ് ആവുന്നതും. എന്തൊരു വൃത്തികേടായിരുന്നിരിക്കും. ഒരു ആയിരക്കണക്കിന് ആൾക്കാരുടെ മലമൂത്ര വിസർജനം സിറ്റികളിലൂടെ ഒഴുകി ലേക്കിലൊക്കെ വന്ന് വീഴുക എന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല വൃത്തിമെടുപ്പുള്ള ആൾക്കാരായിരുന്നിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഭയങ്കര രസമുണ്ട്. സൂര്യ ഉദിച്ച് വരുന്ന എൻ്റെ ആ ഒരു കളറും ഇതൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട്. ഈ സൂര്യോദയം കാണാം. ഒരു സാധനം കണ്ട, ഇവിടെ വെള്ളം ടോപ്പപ്പ് ചെയ്യാൻ നമുക്ക്. നമ്മുടെ കയ്യിൽ കുപ്പി മാത്രം കൊണ്ടുവന്നാൽ മതി. പ്ലാസ്റ്റിക് നിർത്താനുള്ളത് പ്രസ് ചെയ്ത് കൊടുത്താൽ വെള്ളം വരും, എടുക്കുക, ടോപ്പപ്പ് ചെയ്യുക. അടിപൊളി. അങ്ങനെ ഒരു വെയിലുള്ള ദിവസം കൂടെ കിട്ടിയോ. വെയിലുള്ള ദിവസം കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഇറങ്ങി ആൾക്കാർ അഡാജിയോ അപ്പാർട്ട് ഹോട്ടലിൽ നിന്ന് ദേ ഈ സൈഡിലോട്ട് നടക്കാം മകളെ. ആത്തും അച്ഛനും റെയിൻ കോട്ട് മോഡലാണ്. അവ ഈ പച്ച മുടിക്കനുസരിച്ചുള്ള പച്ച ഇട്ടിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഡേ ബിഗിനിങ്. രാവിലെ എണീറ്റ് ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നന്ദു ഹാപ്പി ആയിട്ടുണ്ട്. ഈ സൈഡിലോട്ട് നടക്കുമ്പോഴാണ് കാറ്റ് ഇഷ്ടല്ലേ. ഇഷ്ടപ്പെട്ട മഞ്ഞക്കോട്ട്. അവിടെ വേറെയും കോട്ടുകളുണ്ട്, മഞ്ഞക്കോട്ട്, പച്ചക്കോട്ട് കോട്ടുകളൊക്കെ നമുക്ക്. അല്ല, ഇത് കഴിഞ്ഞിട്ട് ഇനി എത്ര പെട്ടി വാങ്ങിക്കേണ്ടി വരും എന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു ചെറിയ ബാഗ് വാങ്ങിക്കും. അങ്ങനെ ഇന്നലെ കണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ചെറി ബ്ലോസം കാണാൻ വീണയും സഖാക്കള്, ചെറി ബ്ലോസത്തിന്റെ അളിയനെ കാണാൻ വീണയും സഖാക്കള് എത്തി. ഇവിടെ ഇല്ല, നല്ല ഫോട്ടോസ് ഇതുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് പോയോ, നടന്നോ, നടക്ക്. ശരിയായ സ്പോട്ട് അവിടെ ഇരിക്കുമ്പോൾ ഫ്രെയിമും ആളും എല്ലാം കറക്റ്റാണ്. എന്തേ ഹാപ്പി ആയില്ലേ? ഇങ്ങോട്ട് കയറിക്ക്. അത്ര ഒന്നാ മതി. ഫോട്ടോ എടുക്കുന്നു, നോക്കുന്നു, പിന്നെയും ഫോട്ടോ എടുക്കുന്നു, നോക്കുന്നു. ഇതിനു വേണ്ടിയാണ് ഇവിടെ എഡിൻബർഗിൽ വരുന്നതെന്ന് തോന്നുന്നു. 5-6 കോട്ടും കൊണ്ട് വരും. അതെ, സെയിം പോസ് തന്നെ മറ്റേത് എടുക്കുക. ഇനി വേറൊരു ക്യാമറയും കൂടെ എടുക്കാൻ പറയണ്ടായിരുന്നു. എന്താ ചെയ്യാം മനുഷ്യന്മാരിങ്ങനെ.
എന്ത് എന്ത് അടിപൊളിയാണ്? ടച്ച് ചെയ്യാൻ നല്ല അടിപൊളിയാണ്. എന്ത് ചെറി ബ്ലോസാ? ചെറി ബ്ലോസ് അല്ല കുട്ടി. ചെറി ബ്ലോസിന്റെ അളിയനാ. നന്നായില്ലേ സംഭവം? എന്തായാലും ലൊക്കേഷൻ സ്കൗട്ടിങ് ഞാനല്ലേ ചെയ്തേ. അവിടെ നിന്ന് അവിടെ നിന്ന് അടിപൊളി അല്ലേ? റോസ് ടച്ച് ചെയ്യാൻ നല്ല അടിപൊളിയാണ്. സോ ഐ ആം സോ ഹാപ്പി. രാവിലെ തന്നെ നല്ല കാഴ്ച. ഇനിയിപ്പോൾ ജപ്പാനിൽ പോകണ്ടെന്നാണ് ചേട്ടൻ പറയണത്. ചെറി ബ്ലോസ് അല്ലെങ്കിലും അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു ഫ്ലവറിൻ്റെ മൊത്തം അടുത്ത് കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കണ്ടു. വേണ്ട, അസുഖം വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ശരിയാണ് കേട്ടോ. ചേട്ടൻ പറഞ്ഞു ഇത് പൂവേല തന്നെയായിരുന്നു. ഞാൻ പെട്ടെന്ന് പൂക്കളാന്ന് വിചാരിച്ചതാ. ഇത് കറക്റ്റ് ആയിരുന്നു പുള്ളി പറഞ്ഞു. ഇത് അല്ലയാണ് ആത്തു ബഡ്. ഞാൻ പെട്ടെന്ന് പൂക്കളാന്ന് വിചാരിച്ചു. ദിസ് ഈസ് അല ഓൺലി. ശരിയാണ് ജോഷി പറഞ്ഞത് കേട്ടാ. ഇല തന്നെയാണ്. നടക്കുമ്പോ സൂക്ഷിച്ച് നടക്കുക. നമ്മളെ കാലുമ്മ പിടിച്ച് ചവിട്ടിട്ട് മറ്റേ കൊണ്ടുവരുമ്പോൾ ഫോട്ടോ എടുക്കാനാണുള്ള സമയം മുഴുവൻ പോവുക. ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ പോസ്റ്റിങ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു അരമണിക്കൂർ പോയിണ്ടേ. ഇവിടെയൊക്കെ ചേട്ടൻ വന്ന് വീഡിയോ എടുത്ത് വന്നതല്ലേ. സൂപ്പർ. മറ്റേ നമ്മൾ നേരത്തെ കണ്ട പൂവിന്റെ ഡിഫറെന്റ് അല്ല, ഇത് വേറെ പൂവാണല്ലേ? വെള്ളപ്പൂവ്. ഏത് മരോ? ഓ, റെപ്രസെന്റ് ചെയ്ത. വാവ്, ഈ വെള്ളപ്പൂ നോക്കി. സൂപ്പർ. ഓ, പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ള മര. സൂപ്പർ. ഇവിടെ ടുലിപ്സ്. ഇവർക്ക് ഇവിടെ ടുലിപ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ടുലിപ്സ് ഗാർഡൻ ഉണ്ടാക്കിക്കൂടെ? ഇതിനകത്തൊക്കെ അവന് വിൻഡ് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ടുലിപ്പ് നല്ല ഭംഗിയുള്ള ടുലിപ്പ്. ഹാപ്പി ആയില്ലേ? ഇപ്പൊ ആംസ്റ്റർഡാമിൽ പോകണ്ടല്ലോ. ആംസ്റ്റർഡാമിൽ നമ്മൾ പോയല്ലോ ഒരു പ്രാവശ്യം. ഇത് നന്നായിണ്ട്. എന്ത് നന്നായിണ്ടെന്ന്? നന്നായിണ്ട്, ഗംഭീരായിട്ട്. അതിട്. തണുപ്പ് കൂടി കഴിഞ്ഞാൽ വയ്യാണ്ടായി കഴിഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാറ്റടിക്കുമ്പോൾ മുക്കിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട്. പേര് ലൈറ്റ് പിങ്ക് വൈറ്റ് ആയല്ലോ. വാവ്, സോ ഗുഡ്. സിറ്റി ടൂർ ബസ്. നമ്മൾ ഒരു പുതിയ സിറ്റിയിലോട്ട് പോകുമ്പോഴേ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ മിക്കവാറും എല്ലാ പ്രമുഖ സിറ്റികളിലും ഈ ബസ് ടൂർസ് ഉണ്ടാവും. ഡബിൾ ഡെക്കർ ഓപ്പൺ ബസ് ടൂർസ്. ഇപ്പോൾ എഡിൻബർഗിലുള്ളത് എഡിൻബർഗ് ബസ് ടൂർസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് നമ്മൾ ചൂസ് ചെയ്തത്. അതിന് ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ റൂട്ട്സ് 3 റൂട്ടുണ്ട്. ഒരു ബ്ലൂ റൂട്ട്, ഒരു ഗ്രീൻ റൂട്ട്, റെഡ് റൂട്ട്. ഗ്രീൻ റൂട്ടും റെഡ് റൂട്ടും സിറ്റി തന്നെ കവർ ചെയ്യുന്നതാണ്. ഈ ബ്ലൂ റൂട്ട് കുറച്ചും കൂടെ ഔട്ട്സ്കേർട്സിലേക്ക് പോയി ഒരു ഹാർബറിലൊക്കെ പോയി റോയൽ ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ പോയി വരാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ ഒരു 24 മണിക്കൂറിൻ്റെ ടിക്കറ്റ് 16 പൗണ്ടാണ് ഒരു റൂട്ടിന്. അതേസമയം 22 പൗണ്ട് കൊടുത്താൽ, അതായത് 6 പൗണ്ട് അധികം കൊടുത്താൽ 24 മണിക്കൂറിന് 3 ബസ്സിലും നമുക്ക് കയറാം. അപ്പോൾ പല റേറ്റുകളുണ്ട്. ഇതിപ്പോൾ 48 മണിക്കൂറിൻ്റെ ഉണ്ട്, 72 മണിക്കൂറിൻ്റെ. പക്ഷേ 24 മണിക്കൂറൊക്കെ ധാരാളം. അതിനുള്ളിൽ നമുക്കിത് ബോറടിക്കുന്ന സാധനം. അതിൽ കൂടുതൽ പ്രോപ്പർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. എന്നാൽ ഈ 22 പൗണ്ടിൻ്റെ വർത്തായിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം
അഡൽസിന് മാത്രം കൊടുത്താൽ മതി. അതായത് നമ്മൾ 3 അഡൽട്ട് ടിക്കറ്റ് എടുത്തു 66 പൗണ്ടിൻ്റെ. എന്നിട്ട് ഇങ്ങനെ ആ സ്റ്റോപ്പുകളിലൊക്കെ എവിടെ വേണമെങ്കിൽ നമുക്ക് കയറാം, എവിടെ വേണമെങ്കിൽ ഇറങ്ങാം. അതിലേറെ എനിക്ക് വളരെ ഉപയോഗപ്രദമായിട്ട് തോന്നിയത് ഓരോ സ്റ്റോപ്പ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത ബസ് എത്ര മിനിറ്റിൽ വരും എന്ന് പറയും. ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറുള്ള പൂവ്, അടിപൊളി. ഞങ്ങളിവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വിശന്നു, ടോയ്ലറ്റിൽ പോയി, അതിനുശേഷം എന്തെങ്കിലും കഴിക്കട്ടെ, അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങാം. ഇവിടെ തണുപ്പില്ല അധികം. ഇവിടെ വന്നിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ മേലെ വന്നിട്ട് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. സാലഡ്സ്, അവിന്ത് പൊട്ടറ്റോ, പാസ്ത, ഡൊണേഷൻ കൊടുക്കുന്നുണ്ടല്ലോ. ആണോ, ഫ്രീ ആണ് ഇവിടെ? ഓ, അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പ്രവേശിക്കുകയാണ്. വയസ്സാവുമ്പോ ഇതുപോലെ വന്നിരിക്കണം ഇവിടെ. അതാണ് ഉദ്ദേശം. എന്താണ് അവിടെ പരിപാടി? രണ്ടാളും കൂടെ പൂവും ഉമ്മ വയ്ക്കണം നിന്നെ. പൂവിന് വേറെ ആരെയും കിട്ടില്ലേ? പൂവിനെ കാത്തിരിക്കരുത്. അയ്യടാ, ഒരു മരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് 1 മണിക്കൂറോളം നിൽക്കും. എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് പൂക്കൾ. ഇവിടെ നോക്ക് മക്കളെ. I'm definitely correct, no? Because the roots of this is onion, right? എന്റെ ജീവിത സബലയാത്തു. ഇതൊക്കെയാണ് അമ്മയുടെ സന്തോഷങ്ങൾ. Onion flower is pink. ബൊട്ടാണിക്കൽ ഗാർഡൻ ഇങ്ങനെ പടർന്ന് കിടക്കണം കേട്ടോ. നടന്നാലും എത്തൂല. അപ്പൊ ഒരു പോർഷനിൽ കൂടെ മാത്രം, ചെറിയൊരു ഭാഗത്ത് കൂടെ മാത്രം നമ്മളിപ്പോൾ നടക്കുന്നുള്ളൂ. പൂക്കളും ചെടികളും ഒക്കെ കണ്ട് ഇങ്ങനെ നടക്കുക. ആ, നല്ല വെതറ. കനാഡൻസിസ് ആണ് ആ പൂവിൻ്റെ പേര്. നമുക്ക് ഇവിടെയൊക്കെ വന്നാൽ തന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിന്റെ പേരൊക്കെ അതിന്റെ മേലെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ ഇത് പറക്കി വെച്ചിരുന്നത് അവിടെ പോയപ്പോഴാ? അതോ ഇരുമ്പ കുറെ പറക്കിയിട്ടുണ്ടായിരുന്നു പൈൻ്റെ. ലുക്ക് അറ്റ് ദിസ് ഫ്ലവർ. ശരിക്കും നന്ദു പറഞ്ഞത് ശരിയാട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് പോവാന്ന് തോന്നുള്ളൂ, പക്ഷേ ഇറ്റ്സ് ഒറിജിനൽ. എന്താ ഭംഗി. മഞ്ഞപ്പൂ. അതിലെ ഞാൻ നേരത്തെ പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. Rhododendron Abercorn conservation status vulnerable. എല്ലാം മനസ്സിലായി. So if you kill that one, the whole species is dead. കുരുമുളക് പോലെ അതിന്റെ Japanese ringnut. എന്തൊക്കെയല്ലേ. അവയ്ക്ക് പ്രകൃതിനൊക്കെ കണ്ടു മതി. പക്ഷെ എനിക്ക് പ്രകൃതിയാണ് കണ്ട അവയ്ക്ക് മതിയെന്ന്. പക്ഷെ ഇതാണ് എൻ്റെ ലൈഫ് എന്ന് പറയും. വെള്ളം അങ്ങനെ ഒഴിച്ചു വരുന്നു. Here, look at this, Avi. My favorite color. കണക്കനുസരിച്ച് ഒരു ചെറിയ ചെരിവുള്ള ചെടിയാണ് ഡാഫോഡിൽസ്. ഡാഫോഡിൽസ് ഇങ്ങനെ താഴേക്ക് ഉറക്കം തൂങ്ങി നാണിച്ച് നിൽക്കുന്നു. ജാൻ ചേട്ടൻ അവിടെ ഡാഫോഡിൽസിന്റെ പിക്ചർ എടുക്കുന്നു. ഡാഫോഡിൽസ് എപ്പോഴും നല്ല വിനയുള്ളതാണ് അല്ലേ. എപ്പോഴും താഴോട്ട് നോക്കി വന്ന വഴി മറക്കരുതെന്ന് പറയുന്ന നമ്മളെ എപ്പോഴും താഴെ കുനിഞ്ഞു നിൽക്കുന്ന കുട്ടികളാണ്. ആണല്ലേ. വിനയുണ്ടെന്ന് നല്ല രസമുണ്ട്. അവരുടെ ഒരു ഭവ്യത, കൃത്രിമമായ എന്താ പറയാ ഭവ്യത കാണാൻ അല്ലേ. തലവഞ്ചി നിൽക്കുള്ളൂ. ഞങ്ങള് തിരിച്ച് നടക്കാൻ പോണു. ഇവിടെ ഇത് നടന്ന് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. പിള്ളേർക്ക് പിന്നെ അധികം നടക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഈ പൂക്കളെ കൊണ്ട് ഇവിടെ ഫുൾ കംപ്ലീറ്റ്ലി ഡണ്ണാണ്.
അവിടെ ഞാൻ നോക്കട്ടെ കേട്ടോ, ഡാഫോഡിൽസ് ഒരുമിച്ച് നിൽക്കുന്നു. ഇവിടെ കുറച്ചും കൂടെ കൂട്ടം കൂടി നിൽക്കുന്ന ഡാഫോഡിൽസ് ഉണ്ട്. അപ്പം look at that. Wow. ഡാഫോഡിൽസിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ജാഞ്ചേട്ടനെ നമുക്ക് നോക്കിയാലോ. കൊള്ളാം. വാ വാ പോവാ. 3 വഴി തെറ്റിയ ആത്മാക്കള് നല്ലഞ്ഞ് തിരിഞ്ഞു വരുന്നുണ്ട്. ഞാൻ മരിച്ച എന്റെ പ്രേതം മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും. നിന്റെ പ്രേതത്തിന് പൈസ കിട്ടില്ല യുകെയിലേക്ക്. അത് കുഴപ്പമില്ല, ഞാൻ വന്നോളാം. ഓരോ മരത്തുമ്പോഴും ഓരോ ചെടിക്കുമ്പോഴും ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട്, ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോവാണ്. ബൊട്ടാണിക്സ് ഷോപ്പിൽ നിന്നാണ് സീഡ്സും ചെടിയും ഒക്കെ വാങ്ങിക്കണം. അടിപൊളി പൂവ്. ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡൻ കഴിഞ്ഞു, തിരിച്ച് വീണ്ടും ബസ്സിൽ കയറി. ഗാർഡനിലെ ഒരു കാൽഭാഗം പോലും കണ്ടില്ല കേട്ടോ, അത്രയ്ക്കും പരന്ന് കിടക്കാറ്. നല്ല ഹാർബർ ടൗൺ ആണ് കേട്ടോ. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ആൻഡ് ഓൾ സ്മോൾ ബോട്ട്സ്. അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഫിഷ് റെസ്റ്റോറൻറ്റ്സ്. അതിലൊന്ന് കയറിയിട്ട് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാൻ പോകും. നന്ദുവിന് ഫിഷ് ആൻഡ് ചിപ്സ്, ഇവിടെ സ്കോട്ട്ലൻഡിലെ ഫിഷ് ആൻഡ് ചിപ്സ് ഭയങ്കര ഫ്രഷ് ഫിഷിൻ്റെ ചിപ്സും ഒക്കെ ട്രൈ ചെയ്യണം. ട്രൈ. ഇവിടെ വന്നത് ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് അത്തൂന് ഫിഷ് ആൻഡ് ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റില്ല ഫിഷ് കഴിക്കാൻ. പറ്റൂല. അവിച്ചേട്ടന് അവിടെ പോയിട്ട് എന്താ വാങ്ങിക്കാന്ന് പറഞ്ഞു. അച്ഛനും നന്ദുവും പുറത്തിരിപ്പുണ്ട്, അവർ ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കുന്നു. ഞാനും അവിയും ഞങ്ങളിവിടെ വന്നിരുന്ന് ഓർഡർ ചെയ്തേട്ടാ. വീഗൻ ബർഗർ വന്നു, ഓണിയൻ ഡ്രിങ്ക്സ്. ആത്തും അച്ഛനും കൂടിയിട്ട് നല്ല ഉഗ്രം ഫിഷ് ആൻഡ് ചിപ്സ് വന്നു. എന്തൊരു ഫ്രഷ് ഫിഷ് അല്ലേ ആത്തു? സോ ഫ്രഷ്. ആത്തു സോ യമ്മി അല്ലേ? ഐ തിങ്ക് വി നീഡ് ടു ഓർഡർ വൺ മോർ. ലെറ്റ്സ് ട്രൈ ദിസ് ആൻഡ് സീ. ഗ്രേറ്റ്. ന്യൂ ഹാവൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കണം, ഇവിടെ ഹാർബറിനടുത്ത്. അമ്മേനും ചേട്ടനെയും അവിടെ വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ കയറ്റി വിട്ടുണ്ട്. ഞങ്ങളിവിടെ കഴിപ്പ് തുടങ്ങി. This is the place we had it from, the fish market, New Haven. A place to remember, അല്ലേ അത്? Next time you come on your own, you can come here. Or you can come here with your girlfriend. Choose a girlfriend who eats fish, okay? Okay? Yeah. അങ്ങനെ ഇവിടെ വന്ന് കഴിക്കലായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. തിരിച്ച് ഞങ്ങൾ ബസ് ഓടിക്കാൻ പോകണം. ഇവിടെ ഷിപ്പ് കാണണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ അത് കണ്ടാന്ന് വെച്ചു. വീണ ഇവിടെ വന്നിട്ട് തണുപ്പ് സഹിക്കാൻ പറ്റാതെ തണുപ്പിനുള്ള ട്രൈ ചെയ്യുന്നു. അവി അതിലും വലുത് തപ്പിക്കൊണ്ടുവന്നുണ്ട്. തണുപ്പ് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അവന് കാറ്റ് ഈസ് എ പ്രോബ്ലം. ഇതിന് ചോക്ലേറ്റ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ ബ്രിട്ടീഷ് കൊക്കോ ഗ്രോ ഹോട്ടൽ ചോക്ലേറ്റ് കമ്പനിയുടെ ഹോട്ട് ചോക്ലേറ്റ് അടിക്കാൻ പോകണം.
സൂപ്പർ ഡ്രൈ എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയിട്ട് പുതിയ ജാക്കറ്റ് വാങ്ങിച്ചു. ഇനി വേറെ എവിടേക്കോ പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അഭ്യർത്ഥികളെ പോലെ. ചേട്ടൻ കുറേ നേരമായി ടാക്സിക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നത്, പക്ഷെ ടാക്സി ഒന്നും കിട്ടാനില്ല. നോക്കാം. എന്നെ ആദ്യമായിട്ട് ഇവിടുത്തെ ടാക്സിയിൽ പോകാൻ. നമ്മളങ്ങനെ ടാക്സി പിടിച്ചിട്ട് ഡീൻ വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അങ്ങനെ വീണയും സഖാക്കളും നടന്നുകൊണ്ട് വരുന്നു. ഈ കാണുന്നത് ഇവിടെ വെള്ളം, അഴുക്ക് വെള്ളം, പൊട്ടവെള്ളം ഇവിടെ ഉണ്ട്. പക്ഷെ നേരെ കാണുന്നതാണ് കാഴ്ച. നമുക്ക് ഒരു പോസ്റ്റ് കാർഡ് ടൈപ്പ് സംഭവം പോലെ ഇല്ലേ. അടിപൊളി സ്ഥലം കേട്ടോ. ആകാശം നല്ല നീലയായി. അമ്മേനെ തട്ടിയിടുമ്പോൾ അപ്പോൾ വീണ കോമൺ സെൻസ് പഠിപ്പിക്കുന്ന നാത്തൂനെ. ഇവിടെ സ്ഥിരമായിട്ടുള്ള സംഭവമാണ് കേട്ടോ, എല്ലാ യാത്രയിലും സംഭവിക്കുന്നതാണ്. നമ്പർ 14. എൻ്റെ ഉള്ളിലൊന്നും കാണാനില്ല. ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് എന്നൊക്കെ പറയാവുന്ന വീടുകളാണ് കേട്ടോ. എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും. ഇതൊരു രസമായിട്ട് നടക്കുന്നത്. കൺസ്ട്രക്ഷൻ കണ്ടില്ല. ആ ഒരു മുറിയിൽ നിറച്ച് വട്ടത്തിലല്ല ചെറിയുള്ള ജനലുകൾ വെച്ച്. ഞാൻ ഫോട്ടോ എടുത്തോളം പറഞ്ഞു, പക്ഷേ ഫോട്ടോയിൽ ഒരു വൃത്തിയില്ലാത്ത കാരണം ഞാനിങ്ങനെ വീഡിയോ തന്നെ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മാറ്റാം അല്ലേ ഫോട്ടോയിലേക്ക്, പിന്നീട് വീഡിയോ ഒന്ന് ഫോട്ടോ എടുക്കാം. എന്താ രസം. ചേട്ടൻകുട്ടി അതു ഒന്നനെ കണ്ട് നിൽക്കും. അതു അച്ഛനാർക്കോ കൈ കാണിക്കാണ്ടപ്പോൾ ഞാൻ വെച്ച് നമ്മളറിയുന്ന ആരെങ്കിലും അവിടെ ഉണ്ട് നോക്കിയപ്പോൾ അതൊരു പട്ടിക്കുട്ടിയായിരുന്നു. ഹലോ. ആ കറക്റ്റ് ആളുകൾ കണ്ടപ്പോൾ മനസ്സിലായി. എന്റെ ഫോൺ തട്ടിരല്ലേ, എന്റെ ഫോൺ തട്ടിരല്ലേ, എന്റെ ഫോൺ തട്ടിരല്ലേ. ഇതിന്റെ സൗണ്ടിൽ എങ്ങനെ കേൾക്കാനാ? വെള്ളം നല്ലതല്ല, പൊട്ട വെള്ളം അല്ലേ വെള്ളത്തിന്റെ കളവ്. സൂക്ഷിച്ച്. അങ്ങനെ പറഞ്ഞ ആണോ? എന്നാ ഞാൻ കേൾക്കാത്തായിരുന്ന? ഓ പിന്നെ നടന്നു ഇതിനടിയിലൂടെ അത് നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട്. Everything reflecting. ഈ പൂവല്ലായിരുന്നോ? വേണ്ട, നിന്നെനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഇവിടേക്കാണ് നമ്മൾ പോയത്, അല്ല അതിൽ കൂടെയാണ് നമ്മൾ വന്നത്. പിള്ളേര് പറയും എനിക്ക് വട്ടാണ്, പക്ഷെ എനിക്കിതൊക്കെയാണ് എൻ്റെ വട്ടുകൾ. ഇതാണ് ഗാലറി ഓഫ് മോഡേൺ ആർട്ട്. പക്ഷെ പിള്ളേർക്കൊന്നും കാണാൻ താല്പര്യമില്ല, എന്താ ചെയ്യാ. സൂപ്പർ. എന്താ ഊബർ വിളിച്ചു. കാറ് വരും എന്ന് പറഞ്ഞ് നോക്കി നിൽപ്പുണ്ട്. ഇതാന്ന് തോന്നുന്നു കാർ. വണ്ടി കയറാം. ഇത് വലിയ വണ്ടി. കുറച്ച് പിന്നിൽ കാണുന്നതാണ് ഹാരി പോട്ടറിന്റെ മ്യൂസിയം. 3 ഫ്ലോർ. ഹാരി പോട്ടർ മെമ്മറാബിലിയ ഷോപ്പ് നിറച്ച് ഔൾസും കുറേ കളക്ടേഴ്സ് ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഏതിടാ? ആ ഇതില്ലേ അവയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. No, I bought it. ആണോ? I bought 20 dirhams.
ആ ഇത് നീ ഉദ്ദേശിച്ച പരിപാടിക്ക് ഇത് പറ്റില്ല, അത് വെറുതെ കാണാൻ വെക്കാനാണ്. ഹാരി പോട്ടർ മ്യൂസിയത്തിൽ വന്നിട്ട് എന്ത് വാങ്ങിക്കണമെന്നറിയാതെ തെണ്ടി തിരിഞ്ഞ് നിൽക്കുന്ന ആത്തു അല്ലേ? അതിന് ഭയങ്കര പൈസ തൊടാൻ പറ്റില്ല. എന്താണ് കൂളായിട്ടുള്ള ചേംബർ ഓഫ് സീക്രട്സ് നടന്നു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. 3 ഫ്ലോർ. അതൊന്നും പേടിപ്പിക്കാൻ വേണ്ടി നോക്കിയേ. ലെഫ്റ്റ് സൈഡിൽ അവിടെ നോക്കി. ആണോ? ഏതാ നീ പറഞ്ഞത്? ഏത് വെച്ച് ഹാറ്റ് ഇതായിരുന്നു ആ സംഭവം. അങ്ങനെ ഹാരി പോട്ടർ മ്യൂസിയം കണ്ടിട്ട് ഒന്നും വാങ്ങിക്കേണ്ട തിരിച്ചു വന്നു. ഇനി വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം ബാക്കി പരിപാടികൾ ചെയ്യാൻ. പല കളറായിട്ട് നല്ല രസമുണ്ട് അല്ലേ? അത് ചേട്ടനും അമ്മയും വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരു മന്ദം അവിടെ ഇവിടെയൊക്കെ നോക്കി വരുന്നുണ്ട്. നോക്കാം നമുക്ക്. എന്തൊരു സാധനം ഇത്? ബീറല്ലേ? എന്താ പ്രത്യേകത? അങ്ങനെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടുള്ള പിസ്സ. നല്ല പോളിങ്ങാണല്ലോ. ഇന്ന് ഷൂട്ട് ചെയ്തതിലൊരു ഭൂരിഭാഗം ഭക്ഷണം കഴിക്കണാണ്. എവിടെയൊക്കെ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നു. അതെല്ലായിടത്തും വന്നിട്ട് മുളക് പൊടിയും ഉപ്പും ഒക്കെ ചോദിച്ച് സ്വയം കുക്ക് ചെയ്ത് കഴിക്കും പാവങ്ങള്. ഐ ലവ് സ്കൈ കാൻഡിൽ നോക്കാൻ വന്നാൽ ഞങ്ങൾ. അടിപൊളി കാൻഡിൽസ്. നമ്മൾ 2 കാൻഡിൽ എടുത്തു. നല്ല മണം. 450. You take pictures of me? Yeah. Is that a video? Yeah, video. A video? Really? Yeah. What's your name? So my name is Veena. Veena. Veena, this summer in the candle shop, buying all sorts of mad stuff. See it in an IMAX, a 3D cinema, a 4D cinema. Who knows, as long as you pay $8 billion. Great. And only you'll get that joke at the end of the day. Your friends are like, that's true. Who's that mad Scottish guy? Candle guy, it's a candle guy. Right, a happy bag as well. What's the plans for tonight? What are you doing? We haven't decided. We don't even know in the next hour what we are going to do. Okay. I don't even know where I am. I thought this was a normal shop. Far from it, brother. Welcome to the club. Well, I'll take you to the candle shop. Zin, zin, zin. No, not you. Yeah, for you. Right. Thank you so so Take much. care. Bye-bye. Have a wonderful evening. Thank Bye-bye. you. Bye-bye. And the biggest licensed Game of Thrones products. Ayo, please. ഇവിടെ ഈവനിങ് വാക്ക് അടിപൊളിയാണ് കേട്ടോ. സണ്ണൊക്കെ പോയിട്ട് ഇങ്ങനെ വായി നോക്കി നടക്കാൻ. എൻ്റെ കെട്ടിയും പാവം എപ്പോഴും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കയ്യിൽ. അയ്യടി ആത്തു ഞാൻ പറഞ്ഞിട്ടുണ്ട് നടക്കുമ്പോ എന്റെ കാലുമ്മ ചവിട്ടരുത്. നിനക്ക് വേണ്ടിയിട്ടാണ് അത് വാങ്ങിച്ചത്, എനിക്ക് വേണ്ടിയിട്ടല്ല. എൻ്റെ പ്രിയപ്പെട്ട പൂവ്. മേലോട്ട് കയറി പോവാം നമുക്ക്. അച്ഛ അവർക്ക് വല്ലതും കല്ല് കുടിച്ചിട്ടുണ്ടായിരുന്നോ? കുറച്ചു നേരമായില്ല കല്ല് കുടിച്ച്. ചാത്തൂര് ഞങ്ങള് ശരിയാക്കാന്ന് വിചാരിച്ചു. അത് പേടിച്ചു. ഞാൻ ഇങ്ങനെ മറ്റേ
സിനിമ Wife is malfunctioning. സിനിമ സ്റ്റൈലില് ഇങ്ങനെ 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 വീണ എന്താണ് ഇവിടുന്ന് ഒരു ചവിട്ടി ചവിട്ടി കിട് 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 എന്ന് പറഞ്ഞ് താഴേക്ക് വീഴും. ക്ഷീണിച്ച ഇതാണ് കാസിൽ. നാളെ മറ്റന്നാ പോണ്ട ഇതിൽ പിടിക്കാണോ? ഈ കാസിൽ പോകണമെങ്കിൽ നമുക്ക് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ. ചുമ്മാ കയറി ചെന്ന് ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നാളേക്ക് പോകാൻ നോക്കിയപ്പോൾ ടിക്കറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ മറ്റന്നാളേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പീരങ്കിയുടെ അടുത്ത് നിന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ എളുപ്പം. എന്നിട്ട് അതിൽ നിന്ന് ഫോട്ടോ എടുത്താൽ മതി. നീ വെറുതെ എനിക്ക് പാനിപൂരി